കൂട്ടുകാരെ നമസ്കാരം. ഒരു അടിപൊളി അടപ്രഥമനാണ് ഇന്നത്തെ വീഡിയോ. മലയാളികൾക്ക് തങ്ങളുടെ വിശേഷ ദിവസങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്വീറ്റാണ് അടപ്രഥമൻ. അപ്പോൾ വളരെ എളുപ്പം സിമ്പിളായി എങ്ങനെ അടപ്രഥമൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അടപ്രഥമൻ തയ്യാറാക്കുവാൻ അത്യാവശ്യമായിട്ടുള്ള പ്രധാന സാധനങ്ങൾ: അരിയട. NSന്റെ 200 ഗ്രാം അരിയടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 2 തേങ്ങയാണ്. 1, 2, 3 പാല് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളമൊഴിച്ച് 1-ാം പാലും, 1/2 കപ്പ് വെള്ളമൊഴിച്ച് 2-ാം പാലും, 2.5 കപ്പ് വെള്ളമൊഴിച്ച് 3-ാം പാലും എടുത്തിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ കരിപ്പട്ടിയാണ് ഉപയോഗിക്കുന്നത്. 200 ഗ്രാം കരിപ്പട്ടി എടുത്തിട്ടുണ്ട്. അടപ്രഥമന് ആവശ്യത്തിനുള്ള ശർക്കര പാനി ആദ്യം തയ്യാറാക്കുകയാണ്. അതിനായി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഏകദേശം 200 ഗ്രാം കരിപ്പട്ടി എടുക്കുകയാണ്. ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഈ കരിപ്പട്ടി പാനിയാക്കി എടുക്കാം. പാനി റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം അട ബോയിൽ ചെയ്യുവാനായി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ചൂടാകുമ്പോൾ അരിയട അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ അട നന്നായി ബോയിലാകുന്നത് വരെ നമുക്ക് തിളപ്പിക്കാം. ഇപ്പോൾ ഈ അരിയട നന്നായി ബോയിലായിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ സമയം വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ കുറച്ച് തണുത്ത വെള്ളത്തിലേക്കാണ് മാറ്റുന്നത്. അട അതുപോലെ തന്നെ നമ്മൾ ഊറ്റിയെടുക്കുകയാണെങ്കിൽ അത് എല്ലാം കൂടി ഒട്ടിപ്പോകുവാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ഒട്ടാതിരിക്കുവാൻ വേണ്ടിയാണ് ഇതുപോലെ വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നും അത് തണുത്തതിന് ശേഷം നമുക്ക് ഊറ്റിയെടുത്താൽ മതിയാവും. ഇനി അടപ്രഥമൻ തയ്യാറാക്കുവാനായി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ശർക്കര പാനി, അതായത് നമ്മൾ കരിപ്പട്ടിയുടെ പാനിയാണ് എടുത്തിരിക്കുന്നത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പാനി കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ശർക്കര പാനിയിൽ കിടന്ന് ഈ അട നന്നായിട്ടൊന്ന് ബോയിലാകേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ ഈ മധുരമെല്ലാം ഈ അടയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അടപ്രഥമന് സാധാരണ ശർക്കര ഉപയോഗിക്കാറുണ്ട്, എന്നാൽ കരിപ്പട്ടി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് 3-ാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അട പാത്രത്തിൽ ഒട്ടിപ്പോകാതിരിക്കുവാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ചൊന്ന് വറ്റിയപ്പോൾ ഈ കളറായി ലഭിച്ചിട്ടുണ്ട്. ഇനി 2-ാം പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2-ാം പാല് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. അടപ്രഥമൻ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. കാരണം ഇത് ഒട്ടിപ്പോകുവാനായിട്ട് അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രഥമൻ നല്ല സെറ്റായി വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. ഈ സമയം നമ്മൾ 1-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. 1-ാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, ചുക്ക് നന്നായി പൊടിച്ചെടുത്തത് 1/2 ടീസ്പൂൺ, ഇത്രയും ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചെറിയ ഫ്രൈ പാനിലേക്ക് ഏകദേശം 5 ടേബിൾ സ്പൂൺ കണക്കിന് ഗീ അല്ലെങ്കിൽ നെയ്യ് എടുക്കുകയാണ്. ഒരു 1/4 കപ്പ് ഉണക്ക മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. മുന്തിരി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചെറുതായി കളർ മാറി വരുമ്പോൾ 1/4 കപ്പ് കാഷ്യൂ നട്ട് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഉണക്ക മുന്തിരിയും കാഷ്യൂ നട്ടും നന്നായി റോസ്റ്റായി കഴിയുമ്പോൾ ഈ പ്രഥമൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു അടിപൊളി അരിയട കൊണ്ട് നിർമ്മിച്ച അടപ്രഥമൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ സിമ്പിളായി വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടപ്രഥമനാണ് ഈ വീഡിയോയിലൂടെ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഷെഫ് ജോജി യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും
പഴയ ഒരുപാട് വീഡിയോകളുണ്ട്, അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.